കിട്ടാനുണ്ട്, എത്തിക്കാം. ഈ ആഴ്ച കഴിയട്ടെ. ഇമ്മാതിരി മുട്ടാപ്പോക്ക് പറയാൻ തുടങ്ങിയിട്ട് മാസം 4-5 ആയി. 5-10 കിലോ കമ്പിയുടെ പൈസ അല്ല കിട്ടാനുള്ളത്. എന്താണെന്നും മിണ്ടാത്തേ? ഏട്ടൻ സ്കൂളിൽ പോയിരിക്കുക. മൂട് ഒലക്കേടെ മൂട്. സ്കൂളിൽ ചെല്ലുമ്പോൾ പറയാം വീട്ടിൽ പോയിരുന്നു, ഇവിടെ വരുമ്പോ പറയാം സ്കൂളിൽ പോയി, പണി സൈറ്റിൽ പോയി. പെങ്ങളെ, നിങ്ങൾ തന്നെ 4-ാമത്തെ വട്ടം എന്നോട് ഇപ്പൊ കള്ളം പറയുന്നത്. എന്റെ ഈശ്വരാ, ഞാൻ കള്ളം പറഞ്ഞതല്ല ചേട്ടാ. എന്നെ വല്ലാതങ്ങ് കളിപ്പിച്ചാല് ഞാൻ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് അവൻ പൈസ കൊണ്ടെത്തിക്കും. അതിനുള്ള വഴി എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അവൻ വരുമ്പോ പറഞ്ഞേക്കും. മോക്ഷം കെട്ടാനല്ല ഞാൻ ഈ കട നടത്തുന്നത്. അതെ, മുതല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം പൈസ എന്റെ കടയിൽ എത്തിച്ചില്ലെങ്കിൽ രാത്രി ഞാനിങ്ങി വരും. ഇറങ്ങിയതാന്നറിയോ വീട്ടിന്ന്? നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കുന്നത് മൂപ്പര് കുട്ടിയൊന്നല്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അല്ല, ഈ പല ചിന്തയായിട്ട് നടക്കുമ്പോഴേ നേരത്തിനും കാലത്തിനൊന്നും കുടിയിലെത്താൻ പറ്റൂല ആണുങ്ങൾക്ക്. അല്ല, ഇനിയിപ്പോ സ്കൂളിൽ എന്തെങ്കിലും കുലുമാല് പൊട്ടിട്ടുണ്ടാവോവേ? ഈ നേരത്താണ് സ്കൂള്? നിങ്ങൾ ഇങ്ങോട്ട് നടക്കാൻ നേരാണല്ലോ. പിന്നെ ഏട് പോയി പകയേ? ആ കവലയിൽ വെച്ച് കമ്പിക്കടക്കാരനായിട്ട് എന്തൊക്കെയോ കശപിശയുണ്ടായിന്ന് ആൾക്കാർ പറയണ കേട്ടു. എനിക്കറിയില്ല എന്റെ ഈശ്വര. എന്ത് കശപിശാന്ന്? ഇതെന്താ വെള്ളരിക്കാ പട്ടണ? ഇത്തിരി കടം വിചാരിച്ചിട്ട് കടമില്ലാത്തൊരാളുള്ളപ്പോ ദുനിയാവില്. നമ്മൾ ഇന്ത്യൻ എത്ര റുപ്യന്റെ കടത്തിലാ പോന്നറിയോ? നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കോ. ബാലേട്ടാ, എന്താ ബാലേട്ടാ അത്? ഇതെവിടെ വന്നിരിക്കണേ? എപ്പ ഇറങ്ങിപ്പോയതാ വീട്ടിന്ന്? നീ അന്വേഷിക്കാത്ത സ്ഥലമൊന്നും ബാക്കിയില്ല. വരും, വീട്ടിലേക്ക് പോ. ബാലേട്ടാ, നേരെത്രയെന്ന വിചാരം? കിടക്കണില്ലേ? നീ കിടന്നോ, ഞാൻ വരാം. എന്തെങ്ങനെ ആലോചിക്കണേ? ഒന്നുമില്ല, നീ കിടന്നോ. അങ്ങനെ ഇപ്പൊ വേണ്ട, വരൂ കിടക്കാം. എന്താ ഈ കാട്ടണേ? ഞാൻ ഇതുവരെയുള്ള കണക്കുകളൊക്കെ കൂട്ടി നോക്കുകയായിരുന്നു. ഈ ഫാൻ കറങ്ങണില്ല, വല്ലാത്ത ചൂട്. ഇപ്പൊ എവിടെ ചൂട്? കിടന്നിട്ട് ഉറക്കം വരണില്ല. നീ ഇത് നിന്നോ ആവോ അതോ പിരി പോയോ? ഒന്നും കൂടെ ഇറങ്ങി വരണ്ടോ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ.
ഇല്ലാത്ത 100 കൂട്ടം സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചോളവള്. കൊലക്കട മൂട്. ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമാണല്ലോ. ഒക്കത്തിന് കാരണക്കാരൻ ഞാൻ. വീട് വെക്കുന്നത് എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല. 100 സ്ഥലത്തുനിന്ന് കടം വാങ്ങിച്ച ലിസ്റ്റുകളാണ് ഞാൻ ഇതിനകത്ത് വെച്ചത്. കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കാൻ കണക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? സുമിത്രേ, നീ എന്താ അവിടെ ചെയ്യണത്? ഒന്നുകൊണ്ട് വരുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഇവിടെ എഴുതി വെച്ച കണക്കുകൾ കാണുന്നില്ലാന്ന്. ഈ നിനക്കെന്താടി ചെവി കേട്ടൂടെ? എത്ര നേരം നിന്നെ കടന്നു വിളിക്കുന്നു? എന്റെ കണക്കുകളും പേപ്പറുകളൊക്കെ എവിടെയാണ്? അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചാ എങ്ങനെയാ? ഞാൻ ഇവിടെ മീൻ നന്നാക്കല്ലേ. അവളുടെ ഒരു മീൻ ഓക്കെ, ഒരു 100 വട്ടം ഞാൻ നിന്നെ വിളിക്കുന്നു. അത്യാവശ്യമായിട്ടുള്ള കണക്കുകളാണ് ഞാൻ അവിടെ കടന്ന് തിരഞ്ഞെടുത്തത്. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എന്നെ മാനം കെടുത്താനാടി. മീനെന്നാ കൊടുത്ത അവള്. നോക്ക്, ഏത് നേരത്താണാവോ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ വീട്ടിലെ പണികൾ നോക്കോ അതോ കണക്ക് നോക്കോ? എന്നെ കാണാണ്ടായാലും ബാക്കിയുള്ളവരെ തലയില. ചിലക്കാൻ നിൽക്കാതെ നാവടക്കി വെച്ചോ നീ. ഞാൻ ആകെ സമതല തെറ്റി നിൽക്കാണ്. എടി, കടം തന്ന ആളുകൾ വീട്ടിൽ കയറി വന്ന് കാശ് ചോദിക്കുമ്പോ ഞാൻ ഏത് കണക്ക് നോക്കിയാലേ അവർക്ക് കാശ് കൊടുക്കുക? തലയിലേക്ക് വന്നു ഇത്രേ. തലയിലേക്ക് വരാതെ പിന്നെ ഇതൊന്നും നോക്കാനും നടത്താനും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇറങ്ങി പുറപ്പെട്ട് പോകുന്നത്? ഈ മാതിരി വർത്തനം എന്നോട് പറഞ്ഞാലുണ്ടല്ലോ. തലയിലേക്ക് വന്നു. തലയിലേക്ക് വന്നു. പിന്നെ തലയിലേക്ക് വരാതെ എല്ലാം കൂടെ ഞാൻ ഏറ്റെന്ന് വിചാരിച്ചോ? വെറുതെ മനുഷ്യനെ വലപ്പിക്കുക. കൂടെ എന്തിനാണാവോ ഇതൊക്കെ തുടങ്ങി വെച്ചത്? എല്ലാരും കൂടെ ഒരുത്തനെ ഇട്ടങ്ങ്. അമ്മേ, ഏറ്റിയാൽ പൊങ്ങാത്ത ഓരോ മാരണങ്ങളെ തലയിലെടുത്ത് വെക്കുമ്പോൾ ആലോചിക്കണം, എന്നെ കൊണ്ടിത് പൊക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ചിലർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കൂ. ചിലർക്ക് കണ്ടാലും കൊണ്ടാലും അറിയില്ല. നീ ആ ഗണത്തിൽപ്പെട്ടവരാണ്. കിടക്കാൻ ഇടമില്ലാഞ്ഞിട്ടോ ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ടോ ആണോ നീ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോ സ്വന്തം സമ്പാദ്യം കൊണ്ടേ ജീവിക്കൂ എന്ന് ഒരൊറ്റ വാശി. എടാ, ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൂ. നീ തൊലയാൻ വേണ്ടി പുറപ്പെട്ടവരാ. എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ ഇതുവരെ ഞാനൊന്നും പറയാതിരുന്നത്? നിങ്ങളുടെ ആഗ്രഹത്തിന് ഈ അച്ഛനൊരു വിഘാതമാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഇപ്പൊ എന്തായി? കടിച്ചത് മതി. ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ പറയാതെ കുട്ടികളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ
എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കല്ലാണ്ട് കഴിഞ്ഞത് കഴിഞ്ഞില്ല. എന്റെ വട്ടിപ്പലിശക്കാരൻ ആരാ നിന്റെ കോൺട്രാക്ടർ? മോളെ, നീ ഒരു കടലാസ് പേരേക്ക് എടുക്ക്. ആർക്കൊക്കെ കടം വാങ്ങിയ ആളുകളുടെ പേര് വിവരമൊക്കെ നിനക്കറിയാവോ? അതും അറിയില്ലേ? അറിയാച്ചാ. ഓ, ഭാഗ്യം. ഇല്ല, നീ വരണം. ഞാൻ കാത്തിക്കാം. എന്താ പേര്? സുദേവൻ. ഓ, സുദേവ്, ആ ഫോൺ എടുത്ത് താഴെ വെക്ക്. ഈ കൂട്ടുകാരികളോട് സല്ലപിക്കാനല്ല, ഞാൻ കാശ് എണ്ണിത്തരണം. ഒരു പ്രശ്നവുമില്ല. തനിക്ക് പറ്റുമെങ്കിൽ 2-3 ആളെ കൂടെ കൂടി ഈ പണി അങ്ങോട്ട് തീർക്ക്. നിങ്ങളുടെ സൗകര്യത്തിന് പണി ഇങ്ങനെ വലിച്ചു തട്ടിക്കൊണ്ട് പോയാൽ അത് നോക്കി നിൽക്കാനുള്ള ഞാൻ നോക്കുന്നുണ്ട്. നോക്കാൻ ചെയ്യണം. ഒരുമാരത്തെ മറ്റടുത്ത പരിപാടി കാണിക്കില്ല. ഫോണൊക്കെ തൂക്കിയെടുത്ത് ഞാൻ തറയടിക്കും. ഒരുമാരത്തെ കോപ്പലത്തെ പണിക്കാരി. അതെ, തേച്ച് അതിന്റെ വാ കളയാതെ. ഉളി തേക്കാൻ മാത്രമുള്ള കൂലി ഞാൻ വേറെ തരാം. ബാക്കി കിടക്കുന്ന ഈ പണിയൊക്കെ ഒന്ന് വേഗം തീർക്ക്. പ്രഹ്ലാദ, താൻ പറഞ്ഞ ആ ഗൾഫുകാരനോട് വരാൻ പറ, നമുക്ക് സംസാരിക്കാം. പിന്നെ കുറഞ്ഞു വില പറ്റും. അയ്യോ, അങ്ങനെയല്ല, അയാൾ നല്ല വില കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. നിന്റെ ഒരപ്പ്